ഉല്ലാസ് ബാബു ഈ എന്താണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഈ മെക്സവനെ പറ്റി പറഞ്ഞ അതേ യോഗത്തിൽ പറയുന്ന മറ്റൊരു പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമി പടർന്നു പന്തലിക്കുന്നു, അവർ രാജ്യം പിടിക്കുന്നു, അവർ ഒരു ഇസ്ലാമിക രാജ്യമാകുന്നു. ആ ഇസ്ലാമിക രാജ്യമാകുമ്പോഴേക്കും വേട്ടയാടപ്പെടുന്നത് ആരാ? ഇപ്പൊ ഇന്ന് ഈ വിജയരാഘവൻ ചോദിച്ച പോലെ ആരാ അവിടെയും ചോദിക്കുന്നുണ്ട്, ആരാ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു എന്ന് BJP-ക്കാരോ അല്ലെങ്കിൽ RV ബാബുവോ ശശികല ടീച്ചറോ ഒന്നും പറയാത്ത രീതിയിലുള്ള മാരകമായ ഹൈപ്പോത്തറ്റിക്കൽ ഭീകരത നമ്മൾ സംസാരിച്ച് കേട്ടു. CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടു. ഇന്ന് വിജയരാഘവൻ അമിത്ഷാ എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ജയിച്ചത് തീവ്ര ന്യൂനപക്ഷ കൊടിയ നിന്ദ്യ വർഗീയ ശക്തികളുടെ ബലത്തിൽ മാത്രം ജയിച്ചു പോയെന്ന് വിജയരാഘവൻ പറഞ്ഞു. ഉല്ലാസ് ബാബു, ഇവിടെ നിങ്ങളുടെ പണി കുറയുകയാണോ അതോ നിങ്ങൾക്ക് സ്പേസ് നഷ്ടമാവുകയാണോ? ഉല്ലാസ് ബാബു, ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ബഹുമാനായിട്ടുള്ള ശ്രീ സഖാവ് KT കുഞ്ഞിക്കണ്ണൻ അവരുടെ വാക്കുകൾ ഞാൻ നന്നായി ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹം നിരവധി പദങ്ങൾ, അത് പൊതുവെ കമ്മ്യൂണിസ്റ്റ് ശൈലിയാണല്ലോ, വരട്ട് തത്വശാസ്ത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം വിജയരാഘവനെ തള്ളി പറഞ്ഞിട്ടില്ല. വിജയരാഘവൻ വളരെ നാടൻ ഭാഷയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയരാഘവൻ വളരെ കൃത്യമായിട്ട് എന്താ പറഞ്ഞത്, ന്യൂനപക്ഷ വർഗീയവാദികൾ മുന്നിലും പിന്നിലും ഉണ്ടായിരുന്നു, അതിൽ തീവ്രവാദ ശക്തികളുമുണ്ട്. നോക്കും, നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. CPM എന്താണിപ്പോൾ പെട്ടെന്ന് ഇത് ന്യൂനപക്ഷ വർഗീയവാദത്തെക്കുറിച്ച് എതിർക്കാൻ തീരുമാനിച്ചത്? CPM-ൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ബേസ് വോട്ടുകളായിരുന്ന ഭൂരിപക്ഷ ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ടുകൾ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അവരുടെ ന്യൂനപക്ഷ പ്രീണനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരുടെ പലതരം നയങ്ങളുടെ ഭാഗമായിട്ട് എന്നറിഞ്ഞപ്പോൾ, അത് ലോകസഭയിൽ കൃത്യമായി കണ്ടപ്പോൾ, സ്വാഭാവികമായിട്ട് ഇനി 11 മാസം കൂടിയുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കും 15 മാസം കൂടിയുള്ള നിയമസഭയിലേക്കും അടുക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ടുകൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഇരട്ടത്താപ്പ് നയം എന്നാണ് അതിനെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാവുകളെ കൊണ്ട്, വാക്കുകളെ കൊണ്ടുള്ള ഒരു ഗിമ്മിക്ക് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ അടവ് നയം പറയാൻ പറ്റില്ല, തട്ടിപ്പ് നയം കൂടിയാണ് ഇതിനകത്ത്. കാരണം എന്താണെന്നറിയാമോ, ഇത് ഭൂരിപക്ഷ ആയിക്കോട്ടെ, അപ്പം ഏത് നയം വേണമെന്ന് പറഞ്ഞാലും തട്ടിപ്പ്, CPM-ൻ്റെ പച്ചയായ തട്ടിപ്പ്. എന്താ അതിൻ്റെ തട്ടിപ്പിൻ്റെ പിന്നിലെ? ഭൂരിപക്ഷ സമൂഹത്തിന് തോന്നണം CPM അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ. ഇത് നാട്ടിൽ ആ ഒരു വികാരം ക്രിയേറ്റ് ചെയ്ത് വോട്ട് വാങ്ങിക്കാനുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ സൂത്രത്തിൻ്റെ ഭാഗമാണ് ജയരാജനായിക്കോട്ടെ, പിണറായി വിജയനായിക്കോട്ടെ, വിജയരാഘവനായിക്കോട്ടെ, മോഹനൻ മാഷായിക്കോട്ടെ, ഇവരൊക്കെ കൃത്യമായി ഈ വിഷയം പറയുന്നത്. ഞങ്ങളിത് മുന്നേ പറഞ്ഞിരുന്നതാണ്. ഇവരിതൊക്കെ പറയുമ്പോഴും PDP ആയിട്ടും INL-ഉമായിട്ട് ഇവർ കൂട്ടുകൂടിയ ചരിത്രം അല്ലെങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. SDP ആയിട്ട് ഇവർ കൂട്ടുകൂടിയിട്ടും ഇവരുടെ അധികാര സ്ഥാനങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനവും നമുക്കറിയാം. ഈ മുസ്ലിം ലീഗിൻ്റെയും SDP-യുടെയും ആളുകളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന പണിയും SDP-യിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ശൈലിയും ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുമെന്ന് നമുക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ റിക്രൂട്ട് ചെയ്യാൻ, കേഡർമാരാക്കാനുള്ള തത്രപ്പാടിലാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ പുറകിൽ പോയി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പെട്ടുപോകാതിരിക്കേണ്ടത് ജനങ്ങളാണ്. ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷത്തിൻ്റെ മുതലക്കണ്ണീരാണ് ഇവർ. ഇന്ത്യ മുന്നണിയുടെ സഖ്യമാണ് ഇവർ. വലിയ മതേതരത്വം പറഞ്ഞ് ഇന്ത്യ മുന്നണി സഖ്യമായിട്ട് മുന്നോട്ട് പോകുന്നവരല്ലേ ഇവർ. ഒരു സംശയവും വേണ്ട. ഇവിടെ രണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കാനുള്ള തന്ത്രവുമാണ് ഈ ഇടതുപക്ഷം നടത്തുന്നത്. ഇവർ അന്നും ഇന്നും എന്നും തീവ്രവാദ രാഷ്ട്രീയ സ്വഭാവമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബഹുമാനായ KT കുഞ്ഞിക്കണ്ണൻ സഖാവിൻ്റെ പാർട്ടിയും അതുപോലെ ബഹുമാനായ ജിൻഡോ ജോണിൻ്റെ പാർട്ടിയും ഇവിടെ അനുവർത്തിച്ചു പോന്നിട്ടുള്ളത്. അവർ അതിൽ തന്നെ തുടരുന്നു. ഇപ്പുറത്തെ വിഭാഗത്തിനെ ഒന്ന് തലോടുന്നതിനും ഓമനിക്കുന്നതിനും വോട്ട് പോയത് തിരിച്ചു പിടിക്കുന്നതിനും വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ് ഉള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ പുറകിൽ. ഞാൻ ഇടയ്ക്ക് മറ്റൊരു കാര്യമാണ് എങ്കിൽ കൂടി നിങ്ങൾ ഓമനിക്കുന്നതിനെ പറ്റി തലോടുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞത്. അപ്പോൾ കുറേ നാളായി ക്രൈസ്തവ വിഭാഗങ്ങളുമായി BJP അടുക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ പാലക്കാട് നല്ലോണം സ്കൂളിലുണ്ടായ ആ വിഷയത്തെപ്പറ്റി ഉല്ലാസ് ബാബു പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവിടെ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് പോകുന്നു. VHP-യുടെ ഏതോ ജില്ലാ സെക്രട്ടറിയോ ജില്ലാ പ്രസിഡന്റോ അടക്കം ഒരു ബജറംഗ് ദൾ നേതാവ്, 2 VHP നേതാക്കൾ, ഒരു ബജറംഗ് ദൾ നേതാവ് അവിടെ പോയി. ഈ കുട്ടികളാണ്, UP സ്കൂൾ കുട്ടികളാണ് കേട്ടോ. അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനൊക്കെ വല്ലാതെ ആഭാസ വർത്താനം പറയുകയും ഈ പറയുന്ന എന്തോ വൃത്തികേടാണെങ്കിൽ ചെയ്തു. പ്രധാനാധ്യാപക കൊണ്ട് പരാതി കൊടുത്തു. അവരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന് തോന്നുന്നു. VHP നിങ്ങളുടെ സഹോദര സംഘടനയാണ്, തള്ളി പറയുന്നുണ്ടോ?
അല്ല, ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആഘോഷമാണെങ്കിലും മുസ്ലിം സമൂഹത്തിൻ്റെ ആഘോഷമാണെങ്കിലും ഹൈന്ദവ സമൂഹത്തിൻ്റെ ആഘോഷമാണെങ്കിലും ആഘോഷങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അതൊക്കെ ഭംഗിയായിട്ട് നടന്നു പോകട്ടെ. അതിലൊന്നും ഒരു വിരോധമുള്ള കാര്യമല്ല. അതിനൊന്നും ഒരാൾ തടയേണ്ടതോ അത്യാദി കാര്യങ്ങളൊന്നും ഒരു പ്രയാസം ഉണ്ടാക്കേണ്ട കാര്യങ്ങളല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് അത് പൂർണ്ണമായിട്ട് എല്ലാവരിലും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമാണ്. അതിനെ വർഗീയവാദികളെന്ന് ചിത്രീകരിക്കും. അതൊക്കെ നടത്തിയത് നടപടിയെ BJP തള്ളിപ്പറയുകയാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഇനി മറ്റേതെങ്കിലും വിഭാഗം ഉണ്ടെങ്കിൽ എല്ലാ വിഭാഗങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് എന്തായാലും വിരോധമുള്ളത്. അതിനെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന രാഷ്ട്രീയ സംഘടന ഞങ്ങൾ. ഇവരുടെ പോലെ ഇരട്ടത്താപ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംവിധാനം.